കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി യങ് ഗോൾ കീപ്പറായിട്ടുള്ള ഹർഷ് തിവാരിക്ക് ഓഫർ കൊടുത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊരു റൂമർ മാത്രമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൂമർ എന്ന് പറയുന്നതിനെക്കാട്ടിൽ അപ്പുറത്തേക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള റേജ് ബൈറ്റ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത പേജിൽ അത്ര വിശ്വാസ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പേജുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വളരെ വലിയ വാർത്തയായിട്ട് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ഈ ബ്ലാസ്റ്റേഴ്സ് ആളിന് ഓഫർ ചെയ്തു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ചെന്നൈയിൻ എഫ് സി ആളിന് വേണ്ടി വലവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും ആളിന് വലിയൊരു മാഡ് ഓഫറും കൂടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം ലിറ്ററലി അതൊരു പുകമറ മാത്രമാണ്. കാരണം ആള് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലല്ലോ. വന്നില്ലെങ്കിൽ മോഹൻ ബഗാനെ പോലുള്ള വലിയ ഓഫറുകൾ ഉണ്ടായതുകൊണ്ട് ആള് വരില്ല എന്ന് പറയുന്നതായിരിക്കും പറയാനുള്ള ന്യായീകരണം കൂടിയായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഹർഷിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഓഫർ കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഫസ്റ്റ് ടൈം ഓപ്പറേഷൻസ് പോലും സസ്പെൻഡ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആർക്കും യാതൊരു പിടിയില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഓഫർ കൊടുത്തു എന്ന തരത്തിലൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വിശ്വാസ്യതയിൽ എനിക്ക് സംശയമുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ഇത്രേ ഉള്ളൂ. ബൈ.